ആയിട്ടുള്ള സമയം എപ്പോഴാണ് കാണുക? കാരണം രണ്ടുപേരും ബിസി ആയിരിക്കും, പിന്നെ ഒരു സൺഡേ ആയിരിക്കും ഫ്രീ കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ഈ പാട്ടിന് വേണ്ടിയുള്ള ടൈം എപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്? എത്രത്തോളം തിരക്കുണ്ടെങ്കിലും ഈ സംഗീതത്തിന് വേണ്ടിയിട്ട് ഒരു 1 hour രാത്രി മാറ്റി വെക്കാറുണ്ട്. ഏത് ടൈപ്പ്, ഏത് ജോണർ മ്യൂസിക് ആണ് കാരന് താല്പര്യമുള്ളത്? എനിക്ക് മെലഡി സോങ്സ് പാടാനാണ് ഇഷ്ടം. ക്ലാസിക്കലിനെയൊക്കെ കാട്ടിലും സിനിമാറ്റിക് റൊമാൻറ്റിക് സോങ്സ് ഒക്കെ പാടാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് ആദ്യം അത് തന്നെ പാടിയത്. ഓക്കെ. അപ്പം അമ്മ എങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്ന? മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ വഴക്ക് പറയോ? അല്ലാതെ അമ്മ പഠിപ്പിക്കുന്ന ഇഷ്ടമാണോ? തീർച്ചയായിട്ടും അമ്മ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. കംഫർട്ടബിൾ സോൺ അവിടെ തന്നെയാണ്. ആര് പഠിപ്പിച്ചാലും അമ്മ പഠിപ്പിക്കുന്നതിന് അത്ര എനിക്ക് വരത്തില്ല. പിന്നെ വഴക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സാമ്പിൾസ് വെച്ചാണ് പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ പറയും, ഇങ്ങനെ തെറ്റ് പാടിയത് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഇല്ല. ശരി. അപ്പം അതിന് വഴക്ക് പറയുന്നതിലുപരി അതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ല. പിന്നെ ആ തെറ്റിനെ എടുത്ത് കളഞ്ഞിട്ട് ശരികളെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ഡാൻസ് എങ്ങനെയാണ്? ഡാൻസിലും പറയുന്ന പോലെ ആരാണ് ഗുരു? ഡാൻസിലും അമ്മ തന്നെയാണ് ഗുരു. അമ്മയാണ് ഓൾറൗണ്ടർ. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് വേർഷൻ ആണ് കാരൻ. അപ്പൊ എന്തായാലും അമ്മേനെ പറ്റി നമുക്ക് അറിയണ്ട. അമ്മയെ പരിചയപ്പെടുത്തു. അമ്മയുടെ പേര്, അതുപോലെ പപ്പ. അമ്മ വന്നിട്ട് മേരി ഹേമ, പേര് മേരി ഹേമ എന്നാണ്. അമ്മ വന്നിട്ട് ഒരു ടീച്ചറാണ്. ക്രൈസ്തവ സ്കൂളിൽ തന്നെയാണ്, മലയാളം ലിറ്ററേച്ചറാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പഠിക്കുന്ന സ്കൂളിലെ ടീച്ചറാണ് അമ്മ. അതെ, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പഠിത്തത്തിലും അമ്മ തന്നെയാണ് ഓൾ ഇൻ ഓൾ. അവിടെ എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടേ എങ്ങനെയാണ് അവിടെ നമുക്ക് സ്കൂൾ ലൈഫൊക്കെ? അമ്മ ടീച്ചറായതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? അതോ? ശരി ശരി. നമുക്ക് ഒരു കാര്യവും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ആലോചിക്കണം. കാരണം അമ്മ അവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നതിനൊക്കെ ആലോചിക്കണം. ഓക്കെ. പപ്പ പേര് ലുബട്ടെന്നാണ്. പുറത്താണ് ജോലി ചെയ്യുന്നത്. അവിടെ ആയിരുന്നു. ലീവിനൊക്കെ വരാറുണ്ട്. ആളായാലും പാട്ട് പാടും, പക്ഷെ നമ്മയുടെ അത്ര വരത്തില്ല. എന്നാലും പാട്ട് പാടും. പപ്പയുടെ സ്ഥലം വന്നിട്ട് വെട്ടേടാണ്. ഓക്കെ. അവിടെയാണ് ഞാൻ അവിടെ ആയിരുന്നു കുറെ നാള്. പിന്നെ ഇപ്പോഴാണ് ബാലരാമപുരത്തോട്ട് താമസമായത്. അപ്പഴേ കേരൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജില് പാടിയത് എപ്പോഴായിരുന്നു? ഏത് പ്രായത്തിലായിരുന്നു? ഞാൻ ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 3rd സ്റ്റാൻഡേർഡിൽ പാടിയതാണ്. ഫസ്റ്റ് ടൈം പാടിയ 3rd സ്റ്റാൻഡേർഡിലാണ്.
ഒരു റെസിറ്റേഷന് പങ്കെടുത്തിരുന്നു. അതൊരു പോയം പാടിയതാണ്. അപ്പം നല്ല പേടി ഉണ്ടായിരുന്നു. അതിനും എനിക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് എടുപ്പിച്ചത് മമ്മ തന്നെയാണ്. അപ്പം ഒരു പബ്ലിക് അപ്പൊ അതും ക്രൈസറി തന്നെയാണ്. അവിടെ പെർഫോം ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ എനിക്ക് പെട്ടെന്ന് എന്ത് ആണ് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിൽ പെർഫോം ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്റെ അടുത്ത് മമ്മ ആദ്യം പറഞ്ഞത്, നീ നിന്നിലെ വിശ്വസിച്ച് നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പ്രൈസസ് നോട്ട് എ മാറ്റർ, അത് പ്രശ്നമല്ല. നീ തന്നെ സ്വന്തമായിട്ട് നിന്റെ ഒരു കഴിവിലും വിശ്വസിച്ച് കോൺഫിഡന്റ് ആയിട്ട് പോയിന്ന് പാടിയാൽ മതി. ഞാൻ പറയുന്നു ഈ പ്രൈസ് നിനക്കുള്ളതാണ് എന്നാണ്. അങ്ങനെയാണ് എന്നെ പറഞ്ഞു വിട്ടത് അങ്ങോട്ട്. സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല അവിടെ കിട്ടും എന്നുള്ളത്. ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. പിന്നെ നന്നായിട്ട് എഴുതും എന്ന് കേട്ടു. എഴുത്തിനെ പറ്റി പറയും. എഴുത്ത് എന്തെങ്കിലും പോയംസോ സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട്. മാഗസീനിലൊക്കെ കൊടുക്കാറുണ്ട്. ശരി, സ്കൂളിലെ തന്നെ മാഗസീൻ. ഓക്കെ, ശരി, കൊടുക്കാറുണ്ട്. അങ്ങനെ അവിടെ എഴുതിയാണ് കൂടുതലും പരിചയം. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. കൂടുതലും ഞാൻ കവിതയാണ് എഴുതുന്നത്. സ്റ്റോറീസും എഴുതാറുണ്ട്. പിന്നെ ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ തന്നെ ഈ എന്തിനെങ്കിലും എപ്പോർട്ട് അതിനെപ്പറ്റി എഴുതാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടുതലും എഴുതുന്ന ടോപ്പിക് ലൈക്ക് മനുഷ്യര്, സൊസൈറ്റി നമ്മുടെ നേച്ചറിനെതിരെ നടത്തുന്ന ഒബ്സ്റ്റക്കിൾസ്, അതിനെതിരെ നടത്തുന്ന ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയാണ് കൂടുതൽ എഴുതാൻ ഇഷ്ടം. അതിനെപ്പറ്റിയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. എന്റെ എല്ലാ എഴുത്തിലും അത് തന്നെയാണ് മെയിൻ ടോപ്പിക് ആയിട്ട് വരുന്നത്. അങ്ങനെ എഴുതിയതില് ഏറ്റവും നല്ല അപ്രിസിയേഷൻ കിട്ടിയ ഏതെങ്കിലും ഒരു പോയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എഴുതിയതില് എനിക്ക് ഏറ്റവും കൂടുതൽ പാടിയാലോ? ഓക്കെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, തെന്നലും മകളേകിയോ കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയ നീലപ്പീലികൾ വീശിയോ, ഉള്ളിലെ മാമയ നീലപ്പീലികൾ വീശിയോ, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ഇന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. അടിപൊളി. കാരന്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈലിന്റെ രസമാണ്. ആ പാടുമ്പോ ഉള്ള ഫേസിലെ എക്സ്പ്രഷനും ചിരിയൊക്കെ അത് നല്ല രസമാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ലക്കല്ല. വലുതാവുമ്പോ എന്താവണമെന്നാണ് ആഗ്രഹം കാരന്റെ? എന്താവണം, അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ മേഖലയിലും ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്, കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ അത് കൺഫ്യൂഷൻ ആണ്. എങ്കിലും പാരന്റ്സ് പറയുന്നത് എന്താണ്? പാരന്റ്സ് പറയുന്നത്, എപ്പോഴും പറയുന്നത് ഇന്ന ഇതൊന്നും പറയത്തില്ല, സ്പെസിഫൈ ചെയ്ത് പറയത്തില്ല. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ വലുതാകുമ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഹയസ്റ്റ് പൊസിഷനിൽ എത്തണം എന്നെപ്പോഴും പറയാറുണ്ട്. എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ പ്രൊഫഷനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ താല്പര്യം ജേർണലിസമാണ് താല്പര്യം. അത് കൊച്ചിലെ തൊട്ടുള്ള ഇഷ്ടമാണ്. അത് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ പാരന്റ്സ് അപ്പ എന്നെ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എയർ ഹോസ്റ്റസ്, ഫ്ലൈയിങ് രീതിയിൽ. എപ്പോഴും നമ്മള് ലാൻഡിൽ തന്നെ വർക്ക് ചെയ്താൽ ശരിയാവത്തില്ല, പറന്നടന്ന് ജോലി ചെയ്യണം എന്ന് പറയാറുണ്ട്. അമ്മ എങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാറില്ല. ഇഷ്ടമുള്ള നിന്റെ ഒരു ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാം, ഇഷ്ടപ്പെട്ട് പഠിക്കണം, ഇഷ്ടമുള്ളത് ജോബ് ഓഫർ ചൂസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓക്കെ. നമ്മുടെ ഈ കലാമേഖലയിൽ ഇപ്പം പാട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം കാരന് ഒരു ചാൻസ് കിട്ടുവാണ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിംഗറിന്റെ കൂടെ പാടാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നു ഇരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന പർട്ടിക്കുലർ സിംഗറിന്റെ കൂടെ പാടണം എന്നൊരു ആഗ്രഹം എന്തെങ്കിലുണ്ടോ?
ഉണ്ട്. ലൈക്ക് ഇയാളുടെ കൂടെ പാടാൻ എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ അങ്ങനെ? തീർച്ചയായിട്ടും. ആരാണ്? ചാൻസ് കിട്ടിയാൽ പാടാൻ ആഗ്രഹമുള്ളത് ഒരുപാട് പേരുകളുണ്ട്. സിത്താര മാം ആൻഡ് KS ചിത്ര മാം, അതുപോലെ തന്നെ ശ്വേത മോഹൻ, ശ്രേയ ഘോഷൽ. ഇതിലെല്ലാവരിലും എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ പാടാൻ ചാൻസ് കിട്ടിയാൽ ഇന്നയാളെ ചൂസ് ചെയ്യുന്നുള്ളതിൽ ശ്രേയ ഘോഷൽ മാം. വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗർ ആണ്. ഞാൻ കൂടുതലും ആളുടെ പാട്ടുകൾ കേട്ട് പഠിക്കാറുണ്ട്. ശരി. ഓക്കെ, ഇതിൽ ആരെങ്കിലും നമ്മുടെ സിംഗേഴ്സിൽ ആരെങ്കിലും കാണാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇതുവരെ ഇല്ല. അപ്പൊ ഉറപ്പായിട്ടും ഇനി അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഇനി എന്തൊക്കെയാണ് സ്കൂളിലെ പരിപാടികൾ? ഇനി എന്തൊക്കെയാണ്? ഇനിയിപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേനും പറയാലോ ഫ്രണ്ട്സിനോട് ജൈൻ ടിവിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ വിശേഷങ്ങളൊക്കെ പറയാലോ. സ്കൂളിലേക്ക് വരുമ്പോഴത്തേനും അക്കാഡമിക്സിലൊക്കെ എങ്ങനെയാണ്? ഇഷ്ടമാണോ? പഠിക്കാനൊക്കെ ഇഷ്ടമാണോ? തീർച്ചയായിട്ടും. ഓക്കെ. ഡാൻസ് എനിക്ക് തോന്നുന്നു കാരന്റെ അടിപൊളി ഡാൻസ് പെർഫോമിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ഷോയുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നതാണ് അല്ലേ? അതെ. കാരന്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? ഇപ്പൊ സ്കൂളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി റുട്ടീൻ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനൊരു 5:30, 6 o'clock ആകുമ്പോൾ എണീക്കും. ശരി. എന്നിട്ട് റെഡിയായി ചില ദിവസങ്ങളിൽ ചർച്ചയിൽ പോകാറുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാം. സ്കൂൾ ബസ് വരും, അതുകൊണ്ട് തന്നെ പോകാനായിട്ടുള്ള ടൈം കിട്ടാറില്ല. പിന്നെ 6 o'clock എണീക്കുക, പിന്നെ ഫുൾ റഷാണ്. അമ്മയും നിങ്ങൾ സെപ്പറേറ്റ് ആണോ പോകുന്നത്? ഒരുമിച്ചാണ്? ഓക്കെ, ശരി ശരി ശരി. ഇപ്പൊ രാവിലെ എണീറ്റിട്ട് റെഗുലർ റൊട്ടീൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലോട്ട് പോകും. 7 o'clock ബസ് വരും. പിന്നെ കയറും. ഒരു 8 അല്ല, ഒരു 7:50 ആകുമ്പോൾ എത്തും. 8 o'clock ക്ലാസ് തുടങ്ങും. റെഗുലർ റൊട്ടീൻ. അവിടെ പോയി ചില്ലടിക്കുക, അതാണ് മെയിൻ പരിപാടി. അവിടെ ആക്ച്വലി പഠിക്കണം എന്ന് ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രൈസ്. അത് തന്നെയാണ് എന്റെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. അങ്ങനെ അവിടുത്തെ ഇതൊക്കെ കഴിയും. അവിടെ എപ്പോഴും പ്രോഗ്രാംസ് ഉണ്ടാവും, അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഒരു 2 o'clock ആകുമ്പോൾ ബസ്സിൽ കയറും. പിന്നെ വീട്ടിലോട്ട് വരും. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തും വീട്ടില്. എന്നിട്ട് ഫ്രഷ് പിന്നെ പഠിത്തമാണോ? 4 o'clock to 6 o'clock പഠിത്തം. അത് കഴിഞ്ഞ് എനിക്ക് 2 years ബാക്ക് ആണ് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. 8th മാത്രമായിരുന്നു ട്യൂഷൻ ഉണ്ടായി. ഇപ്പൊ 9th കാണും. 7th വരെ ഞാൻ സ്വന്തമായിട്ട് പഠിക്കുന്നത്. 4th വരെ നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ അതിനെ ഡെവലപ്പ് ചെയ്തു, പഠിപ്പിക്കുന്നതിന്റെ സ്കില്ലും കൂടെ. കാരനോട് സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാല് എല്ലാ ടോപ്പിക്കിനെ പറ്റി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ഇങ്ങനെ ഇത്രയും വാസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ടാലന്റ് ഒന്നും കിട്ടാറില്ല. അപ്പൊ കാരനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാറുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനെ പറ്റിയിട്ട്? അതായത് ആൾക്കിപ്പോ ഒരു 14 വയസ്സാവാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് വെക്കേഷനിൽ ഇരിക്കുവാണ്. പക്ഷെ ആളുടെ ആ ഒരു സംസാരത്തിന്റെ ആ ഒരു മെച്ചോറിറ്റിയും പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അടിപൊളിയാണ്. അതിനെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് എന്റെ ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ അറിയാം. അതിനെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ അത് ചെറുതിലെ അതും ഡെവലപ്പ് ചെയ്തെടുത്ത് തന്നതാണ്. അത് പാരന്റ്സ് ആയാലും പാരന്റ്സിന്റെ അതേ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കാര്യം ചെയ്തിട്ട് നമ്മുടെ ലിറ്റിൽ സ്റ്റാർസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലിറ്റിൽ സ്റ്റാർസിനോട് കാരൻ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ, അതായത് ടാലന്റ് ഉണ്ട് പക്ഷെ ഈ പേടി കാരണം പോവാൻ പറ്റാതെ ബാക്കിൽ നിൽക്കുന്ന പിള്ളേരോടൊക്കെ എന്താണ് കാരന് പറയാനുള്ളത്? പീസ് ഓഫ് അഡ്വൈസ്. എനിക്ക് അഡ്വൈസ് തരാൻ മാത്രമായിട്ടില്ല ഞാൻ, എന്നാലും ഞാൻ പറയാണ്, പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും പേടിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. അതിൽ നിന്നും നമ്മൾ ആ ഒരു സോണിൽ നിന്നും പുറത്തു വരണം. ആ ഒരു ഷെല്ലിൽ നിന്നും പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും പോയി നമ്മുടെ കഴിവിനെ പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കഴിവുണ്ട്, പക്ഷെ നമുക്ക് പേടി കാരണം ആ ഒരു കിട്ടുന്ന ചാൻസസ് നഷ്ടപ്പെടുത്തി കളയരുത് ഒരിക്കലും. അപ്പം ഫിയർ ഉണ്ടെങ്കിൽ അത് ഒരു 4-5 സ്റ്റേജിൽ കയറുമ്പോൾ താനെ ഓട്ടോമാറ്റിക്കലി പൊക്കോളും. ഒരിക്കലും നമ്മളുള്ളത് ഇരിക്കാൻ പോകുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിയർ വെച്ചിട്ടിരുന്നാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഒരിടത്ത് ഒതുങ്ങിക്കൂടിപ്പോവും. നമ്മള് സൊസൈറ്റിയുടെ ഇറങ്ങണം. എല്ലാത്തിനും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എത്ര ചെറിയ കാര്യമാണെങ്കിലും നമുക്ക് വലുതാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ ചെയ്യണം.
പിന്നെ കാരന്റെ ഒരു സ്ട്രെങ്ത്തും ഒരു വീക്ക്നെസ്സും എന്താണ്, ഒരു വീക്ക് പോയിന്റ് എന്തായിരിക്കും? സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എനിക്ക് ബോൾഡ് ആയിട്ട് സംസാരിക്കാൻ അറിയാം എല്ലാവരുടെ. ആരാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, മനസ്സിൽ വെച്ച് പെരുമാറാറില്ല. പിന്നെ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഒരു സെൻസിറ്റീവ് ക്യാരക്ടറാണ്, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് കേൾക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു പാട്ട് പാടാം. ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ ഈ തിരുവോസ്തിയിൽ. ദിവ്യകാരുണ്യമേ എന്റെ പൊന്നേശുനാഥ വന്നു വാണിടുമോ ഈ തിരുവോസ്തിയിൽ. സ്നേഹകൂദാശയായി തീർന്നോരാ ദൈവസ്നേഹം ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. സൂപ്പർ, താങ്ക് യു. ഈ അതായത് സ്കൂളിലാണെങ്കിലും അല്ലാതെ പുറത്തൊക്കെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതാണ്? ഒരു സ്പെഷ്യൽ മൊമെന്റ് ഏതാണ്? സ്പെഷ്യൽ മൂമെന്റ് അത് പറയുകയാണെങ്കിലും ചർച്ച് പറയാം. ഞാൻ ആക്ച്വലി അവിടെ കളിച്ചിട്ട് ഒരു ഡാൻസ് കളിച്ചു. അവിടെ നിന്ന് അവസരം കിട്ടി, രൂപതയിൽ പോയി കളിച്ചു. അത് അവിടെ പോയി കളിച്ചപ്പോ അവിടെയും കിട്ടി, അതിന് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റിന്റെ ഒക്കെ കയ്യിൽ നിന്നും പ്രൈസ് മേടിച്ചപ്പോ അത് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് അത്രയ്ക്കും സന്തോഷകരമായ ഒരു മൊമെന്റ് ആയിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആസ് ടു മീ. കാരൻ ഡാൻസിലേക്ക് വരുമ്പോഴത്തേനും ഏത് ടൈപ്പ് ഡാൻസ് ആണ് ഇഷ്ടം? കുറച്ചുകൂടെ കംഫർട്ടബിൾ, ഇത് ചെയ്താലാണ് എനിക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ടിരിക്കാന്നൊക്കെ ഫീൽ ചെയ്യുന്നത് ഏത് ടൈപ്പ് ഡാൻസ്? എനിക്ക് കൂടുതലും ക്ലാസിക്കൽ കളിക്കാൻ ഇഷ്ടമാണ്. സിനിമാറ്റിക്കിനെക്കാട്ടും ക്ലാസിക്കലാണ് കളിക്കാൻ ഇഷ്ടം. അതാണ് കളിച്ച് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ്. പിന്നെ അത് കളിച്ചാലായിരിക്കും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ക്ലാസിക്കലാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട്. ഓക്കെ, അമ്മയാണ് ഇതിന്റെ ഒക്കെ മെയിൻ ആള്. അമ്മയുടെ ഈ ഒരു ടാലന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു? അതിനെപ്പറ്റി എന്തെങ്കിലും കാരനോട് പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പത്തിലെ? ആക്ച്വലി അമ്മ വളർന്ന സിറ്റുവേഷൻ ഒക്കെ കുറച്ച് ബാക്കാണ്. അപ്പോ അമ്മയുടെ പാരന്റ്സ് പാടുമായിരുന്നു. അവരും കൊയറിലുണ്ടായിരുന്നു, അമ്മയും കൊയറിലുണ്ടായിരുന്നു. അപ്പം അമ്മയ്ക്കാണെങ്കിൽ അമ്മ പഠിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, അമ്മയുടെ കഴിവ് കണ്ടെത്തിയതും എന്റെ ഗ്രാൻഡ് മദർ തന്നെയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ പോലും ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ തന്നെയാണ് സ്വന്തമായിട്ടെല്ലാം ചെയ്തത്. അമ്മ ഈ കൊയറിന്റെയും KCYM ഒക്കെ മെയിൻ ആളായിരുന്നു. അപ്പം അങ്ങനെ പാടി പാടി അമ്മ തന്നെയാണ് അമ്മയുടെ ടാലന്റ് ഡെവലപ്പ് ചെയ്തിട്ടത്. ഇപ്പൊ എനിക്ക് അമ്മയുണ്ട്, പക്ഷെ അമ്മയുടെ ടാലന്റ് അമ്മ തന്നെ ഓൺ ആയിട്ടാണ്. ഷീ സച്ച് എ പവർഫുൾ ലേഡി ഐ എവർ സീ. അപ്പൊ ഈ റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. അതെ. ഓക്കെ, ശരി. അടുത്തത് നമ്മുടെ ഈ പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, അതിൽ ഈ വരുന്ന കറക്ഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് പല എക്സസൈസ്, വോക്കൽ എക്സസൈസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാരൻ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും രണ്ടും സെപ്പറേറ്റ് ആണ്. പാട്ടാണെങ്കിൽ നമ്മുടെ ത്രോട്ട് എപ്പോഴും നല്ല സ്മൂത്ത് ആയിരിക്കണം. ഒരിക്കലും പാടുമ്പം തൊണ്ടയെ വേദനിപ്പിച്ചുകൊണ്ട് പാടരുത്. ഉള്ളിൽ നിന്നായിരിക്കണം സംഗീതം വരേണ്ടത്. പിന്നെ പാട്ട് പാടുന്നതിന് വോക്കൽ കോഡ്സിന്റെയും ഗാർഗിൾ ചെയ്യണം നന്നായിട്ട്. വോക്കൽ കോഡ്സിന്റെ എക്സസൈസ് ഉണ്ട്. അതുപോലെ തന്നെ പാടുമ്പം ഒരുപാട് കീറി വലിച്ച് പാടുന്നതിനെക്കാട്ടിൽ സ്വീറ്റ്ലി പാടാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താ പറയാ, നിറച്ച് വെള്ളം കുടിക്കണം എപ്പോഴും, ത്രോട്ട് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഡാൻസ് ആണെങ്കിൽ അതിന് സെപ്പറേറ്റഡ് ഉണ്ട്. അതിന് ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം. പിന്നെ വെയിറ്റ് എപ്പോഴും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കണം.
ഇപ്പൊ ഒരു അഡൽട്ട് ആണെങ്കിൽ ഒരു 52 to 58 ഒക്കെ വെയിറ്റ് വേണം. പിന്നെ ഒരു ചൈൽഡ് അല്ലെങ്കിൽ ഒരു ടീനേജർ ഒക്കെ ആണെങ്കിൽ 43-45 ആ റേഞ്ച് ആയിരിക്കാം. ഓവർ ഫാറ്റി ആയിരിക്കാൻ പാടില്ല, തീരെ സ്ലിമ്മും ആയിരിക്കാൻ പാടില്ല. ഇപ്പൊ എന്റെ വെയിറ്റ് 43 ആണ്, അത് കറക്റ്റ് ആണ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ബോഡി നല്ല ഫ്ലെക്സിബിൾ ആക്കി വെച്ചേക്കണം. ഡാൻസിന്റെ മെയിൻ പോയിന്റ് ഓഫ് വ്യൂ അത് തന്നെയാണ്. ഒരു പോയിന്റിൽ ഒരു 14-കാരിയാണോ എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിപ്പോയി. അത്രയ്ക്കും ഒരു ഐഡിയ ഉള്ളൊരു കുട്ടി. ഈ പറയുന്ന പോലെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അതെ. ഓക്കെ, ശരി ശരി. അതായത് ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നതിലൊന്നും കഴിക്കും, പക്ഷെ എങ്കിലും ഒരുപാടുണ്ടായിട്ടില്ല. മേടിച്ച് തരാറില്ല. ശരി ശരി ശരി. ഒരു ഡയറ്റില് എന്താ പറയാ, ഒഴിവാക്കാത്ത ഒരു ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കണം. ശരി. കൂടുതലും ഈ സ്ട്രീറ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കാറുണ്ട്, എന്നാലും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മള് ഡയറ്റ് എപ്പോഴും ഒരേ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് പകരം ഒരു 1 month കഴിയുമ്പോൾ അത് മാറ്റണം. നിറച്ച് വെള്ളം കുടിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരൻ, താങ്ക് യു സോ മച്ച്. ലിറ്റിൽ സ്റ്റാർസിലൂടെ ആണെങ്കിലും ഇത്രയും മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടീനെ കാണാൻ പറ്റിയതിനും പരിചയപ്പെടാൻ പറ്റിയതിനും താങ്ക് യു സോ മച്ച്. എന്താണ് നമ്മുടെ ലിറ്റിൽ സ്റ്റാർസിന്റെ പ്രേക്ഷകരോട് കാരന് പറയാനുള്ളത്? എനിക്ക് വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. നമുക്കുള്ള കഴിവുകൾ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്തെടുത്തോണ്ടേയിരിക്കാം. ഒരിക്കലും ഒരു കഴിവുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയരുത്. അതിനുവേണ്ടി പരിശ്രമിച്ചില്ലെങ്കിലും അത് നശിപ്പിച്ച് കളയരുത് ഒരിക്കലും. നമുക്ക് കിട്ടുന്ന ചാൻസസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം.